ാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത് അല്ലേ? എക്സാമ്പിൾ 36 മാർക്ക് ചെയ്യുക. എക്സാമ്പിൾ 36 നോക്കാം. എക്സാമ്പിൾ 36 ഫൈൻഡ് dy by dx. എക്സാമ്പിൾ 36 ഫൈൻഡ് dy by dx, find dy by dx if x equal to a into theta plus sin theta y equal to a into 1 minus cos theta. അപ്പൊ ഇത് ഏത് ഫോമിലാണെന്ന് മനസ്സിലായി നമുക്ക് ഓൾറെഡി. ഏത് ഫോമില? ഫോമിന്റെ പേരെന്താ? തേർഡ് വേരിയബിൾ വരുന്ന പാരാമെട്രിക് ഫോം ആണ് അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഫോർമുല എഴുതാം. എന്താണ്? നമുക്ക് dy by dx ആണ് കാണേണ്ടത്. dy by dx കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? dy by dx equal to പറഞ്ഞേ എന്താ ഫോർമുല? dy by എന്താ ഷറോറോ പറഞ്ഞേ? dy by d theta divided by എന്താ? dx by d theta. അപ്പൊ ആദ്യം നമുക്ക് dy by d theta കാണാം അല്ലെ? dy by d theta is equal to d by d theta of y. y എന്ന് പറയുമ്പോൾ എന്താ വരിക? a into 1 minus cos theta. അതില് a എന്താ? പറഞ്ഞേടാ ഒന്ന് ഓർക്കെ. കോൺസ്റ്റന്റ് ആണ്. a നെ മാറ്റി നിർത്തി ബ്രാക്കറ്റ് ഇട്ടു. 1 ന്റെ ഡിഫറൻഷ്യൽ എന്താ? 0. അപ്പൊ ഇതിനെ എഴുതണ്ടല്ലോ. പിന്നെ അവിടെ എന്താ ഉള്ളത്? മൈനസ്. പിന്നെ എന്താ ഉള്ളത്? കോസ് തീറ്റ. കോസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് സൈൻ തീറ്റ. അപ്പൊ എന്തുണ്ടാവും? ഈ a എടുത്ത് എഴുതി മാഷ്. മൈനസ് ഓഫ് മൈനസ് സൈൻ തീറ്റ എന്തായിട്ട് മാറി? പോസിറ്റീവ് സൈൻ തീറ്റ ആയിട്ട് മാറി. എന്തായിട്ട് മാറി? പോസിറ്റീവ് സൈൻ തീറ്റ ആയിട്ട് മാറി. അപ്പൊ dy by d തീറ്റ എന്താണ് വന്നത്? a സൈൻ തീറ്റ. എന്താ വന്നത്? a സൈൻ തീറ്റ. അപ്പൊ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി എന്താ? dx by d തീറ്റ അല്ലെ? dx by d തീറ്റ എന്താ വരിക? d by d തീറ്റ ഓഫ് x. x എന്താ എടുക്കണേ? a into theta plus sin theta അല്ലേ? ഇവിടെ എഴുതേണ്ടത് തൽക്കാലം. അപ്പൊ dx by d തീറ്റ എന്ത് വരും? dx by d തീറ്റ ഈക്വൽ ടു a കോൺസ്റ്റന്റ് ആണ്. അതിന് മാറ്റി നിർത്തി ബ്രാക്കറ്റ് ഇട്ടു. ഇവിടെ ആരുള്ളത്? തീറ്റ. തീറ്റയുടെ ഡിഫറൻഷ്യൽ എത്രയാ? അവർക്ക് പറഞ്ഞേ 1. കാരണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് അല്ലേ? 1 plus 2 sin തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ? cos തീറ്റ. അപ്പൊ നമുക്ക് dx by d തീറ്റ a into 1 plus cos തീറ്റ. അപ്പൊ ഇനി എന്ത് കണ്ടുപിടിക്കാം? dy by dx ഈക്വൽ കണ്ടുപിടിക്കാം അല്ലേ? എന്തായിരുന്നു ഫോർമുല? dy by d തീറ്റ divided by dx by d തീറ്റ. dy by d തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? a sin തീറ്റ കൊടുക്കാം അല്ലേ? divided by dx by d തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? a plus cos തീറ്റ കൊടുക്കാം. അപ്പൊ എന്താ? a ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? sin തീറ്റ divided by 1 plus cos തീറ്റ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ സിംപ്ലിഫൈ ചെയ്യണം. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. ബോർഡിൽ ശ്രദ്ധിക്കുക. ഒറ്റ മിനിറ്റ് ബോർഡിൽ ശ്രദ്ധിച്ച് എന്നിട്ട് എഴുതാം. അതായത് നമ്മുടെ ഫോർമുല ഉണ്ട് അല്ലേ? അതായത് sin 2x ന്റെ ഫോർമുല എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? 2 into sin x into cos x. അപ്പൊ sin തീറ്റയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 2 into sin പറഞ്ഞേ. sin ഇവിടെ 2x ആണെങ്കിൽ അപ്പുറത്ത് എന്താ? x ആണ്. അപ്പൊ ഇവിടെ തീറ്റ ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും? പറഞ്ഞേ തീറ്റ അല്ല. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ x. അപ്പൊ ഇവിടെ തീറ്റ ആണെങ്കിൽ അപ്പുറത്ത് എന്താ? തീറ്റ ബൈ 2. പാതിയല്ലേ വരണേ? അപ്പൊ എന്താ വരിക? sin തീറ്റ ബൈ 2 into cos തീറ്റ ബൈ 2. ഓക്കെ, അത് റെഡി ആയില്ലേ? ഇനി വേറൊരു ഫോർമുല ഉണ്ട്. cos 2x ഈക്വൽ ടു നമുക്ക് ഫോർമുലയാണ് എന്ത്? 2 cos square x minus 1. ഓർമ്മയില്ലേ? ഇങ്ങനെ ഒരു ഫോർമുലയില്ലേ cos 2x നെ? അങ്ങനെയാണെങ്കിൽ cos തീറ്റയ്ക്ക് എന്തായിരിക്കും ഫോർമുല വരിക? cos തീറ്റയ്ക്ക് പറഞ്ഞേ. ഇവിടെ 2x അതിന് പകരം ഇവിടെ തീറ്റ. അപ്പൊ എന്താ? ഒക്കെ പറയണ എല്ലാവരും 2 പറയണ്ടേ അല്ലേ? 2 cos square theta by 2. 2 cos square theta by 2. ആ മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താവും? അത് +1 ആവില്ലേ? അവിടെ അപ്പൊ എന്താ വരിക? 2 cos square theta by 2. അത് സൈഡിൽ കാണിക്കണം കേട്ടോ. അത് ഉത്തരത്തിന്റെ ഭാഗമാണ് നമ്മുടെ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? നമുക്ക് sin തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? ഒന്ന് വായിച്ചേ. sin തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 2 sin theta by 2 into cos theta by 2 all divided by 1 plus cos theta ക്ക് പകരം എന്ത് കൊടുക്കാം?
2 cos square theta by 2 അല്ലേ മക്കളെ? ശരിയല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് 2 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. cos theta by 2 cos square എന്ത്? സ്ക്വയർ അടിയിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ ബാക്കി എന്തൊക്കെയുണ്ട്? sin theta by 2 by cos theta by 2 sin theta by 2 by cos theta by 2 sin by cos ആരാ? tan. അപ്പൊ സിംപ്ലിഫൈഡ് ആയി. എന്താണ് ആൻസർ വരുന്നത്? tan theta by 2. അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി നോക്കുക കേട്ടോ. അത് നമ്മുടെ ഉത്തരത്തിന്റെ ഭാഗമാണ് കേട്ടോ. അത് എഴുതാതിരിക്കരുത്. അത് നമ്മുടെ ഉത്തരത്തിന്റെ ഭാഗമാണ്. അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതിക്കോളൂ. എന്നാലത് മനസ്സിലാവുള്ളൂ വീട്ടിൽ പോകുമ്പോൾ. അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ ആകെ തീറ്റ ബൈ 2 എന്നൊക്കെ ആയാലോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എല്ലാ പ്രോബ്ലത്തിലും അത് പക്ഷേ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാവുന്നുള്ളൂ. അങ്ങനത്തെ ഫോർമുലകൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല. കൂടുതൽ ഫോർമുലകൾ ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇത് നോക്കാം നമുക്ക് തൽക്കാലം. ഒരു എക്സാമ്പിൾ 37 ഉണ്ട്. അവിടെ നിൽക്കട്ടെ, പിന്നീട് ചെയ്യാം. എക്സൈസ് 5.6 തുടങ്ങും. പിന്നെ അത് ഏകദേശം എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം കേട്ടോ. എക്സൈസ് 5.6 എക്സൈസ് 5.6 ഒന്നാമത്തെ ചോദ്യം. ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. തനിയെ ചെയ്യാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. പറയൂ. ആ 2 പേനയോ? ഒരെണ്ണം മതി. x equal to ഒന്നാമത്തെ ചോദ്യം x equal to 2at square y equal to at raised to 4. മക്കളെ തന്നെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. find dy by dx. ഇതെല്ലാം find dy by dx ആണ്. എക്സൈസ് 5.6 പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നവരുടെ ഈ എക്സൈസ് നമ്പർ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഉപയോഗിക്കണ്ടേ? മാറ്റട്ടെ, ഇത് മാറ്റോട്ടെ. അത് വേഗം ചെയ്ത് മുട്ടിച്ചേ. ഈസി ആയിട്ട് ചെയ്യാവുന്ന കണക്കുകളാണ് അല്ലേ? ഇപ്പൊ എന്തോരം ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്താലേ നോട്ട് ബുക്ക് ഒരെണ്ണം കഴിയാറായിണ്ടാവും ചിലപ്പോ. ഇല്ല, എന്നത് കഴിയേണ്ടതാണല്ലോ കണക്കനുസരിച്ച്. വലിയ പുസ്തകമാണ് അല്ലേ? വേഗം ആയിക്കോട്ടെ. ഒന്നും എഴുതണമെന്നില്ലടാ. അപ്പൊ മാത്സ് എഴുതി പഠിച്ചു നോക്കണം. എഴുതി പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ട്. നോക്കാൻ വരുമ്പോ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയില്ല. എഴുതി പഠിക്കാത്തവരുണ്ടെങ്കിൽ വരാത്തവരും കുഴപ്പമില്ല. ഇന്നലത്തെയും കാണിച്ചു തരണം കേട്ടോ. അതല്ലേ പഠിക്കണം കേട്ടോ. ഇന്നലെ ക്ലാസ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞാണല്ലോ പക്ഷെ ക്ലാസ് അയച്ചുതരാന്നൊക്കെ പറഞ്ഞിട്ട് ഓടി പോയില്ല. വിളിക്കും അതെന്തോളൂ. ഇന്നലത്തെ മനസ്സിലായിട്ടില്ല. ഇന്നലത്തെ അടക്കല്ലേ? എന്തായി കഴിഞ്ഞോ? ഈ 1/t ചോദ്യം ചെയ്തിട്ടില്ലേ? ചെയ്തേ കൈയോടെ. ഓക്കെ +2 നന്നായി പഠിച്ചോളൂ കേട്ടോ. ഇതൊക്കെ നോക്കിയതാണല്ലോ. കഴിഞ്ഞത്രേ ഉള്ളൂ. 1/t ചോദ്യം ഇവിടെ ഉണ്ടല്ലോ. ഇന്നലെ തീരെ അപ്പോ ഇത്രേ ഉള്ളൂ. പഠിച്ച് എന്തായി കിട്ടിയാടാ മക്കളത്? എന്താ ആൻസർ വന്നേ? കിട്ടിയില്ലേ? ചെയ്യാൻ കിട്ടണില്ലേ? കിട്ടിയാ?
ചെയ്യട്ടെ പക്ഷെ എന്നാ കിട്ടുന്നില്ല. അക്ഷരം കിട്ടിയാ എന്താ കിട്ടിയേ? 2t 2t സ്ക്വയർ. അത് 2 എക്സ്ട്രാ ആണല്ലോ. നോക്കാം. dy by dx തവണ എന്താ ഫോർമുല? എത്ര പേർക്ക് കിട്ടി? കൈകൊണ്ടിച്ച് ഒരു ഉത്തരം പിടിച്ചിരിക്കുന്നവർ എത്ര പേരുണ്ട്? സമയം ഒന്ന് ചെയ്യോ? അത് ചെയ്യാൻ പറ്റാത്ത ഒന്ന് ചെയ്തേ. അത് ചെയ്യാൻ പറ്റില്ല ഒന്ന് ചെയ്യുക. ഈസി ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ? എഴുതി പഠിച്ചു എടുത്ത് വെച്ച് ചെയ്യേ. എന്താ ചെയ്ത് മുട്ടിക്കാൻ പറ്റാത്ത? 2 മാറ്റി നിർത്തി. ഇതില് എ എന്താണ് അല്ലേ? എ എന്താ? 2ഉം എയും കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ ആരാണ് മൊത്തത്തിൽ മാറ്റണം? 2 ഏനെ മാറ്റി. പിന്നെ അതിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? 2t. അപ്പൊ അത് 2t എല്ലാ ഇല്ല 2t. അപ്പൊ എത്ര വരിക? 4t. മുകളിൽ എന്താ വന്നാണ്? അതെങ്ങനെയാ? ഏനെ മാറ്റി നിർത്തി. t⁴ അല്ലേ? t⁴ ഡിഫറൻഷ്യൽ എന്താ? അങ്ങനെ മിസ്സിങ്ങൾ വരുത്തല്ലേ. ഇനി അത് ഡിവൈഡ് ചെയ്തെടുക്കാൻ കിട്ടും. പക്ഷെ വലിയ കിട്ടിയോ? 4t³ അവിടെ ക്യൂബിടെ നോക്കിയിരിക്കുന്നു ആണോ? 2a എന്താ 2a വന്നേക്കണ അവിടെ? 2a കോൺസ്റ്റന്റ് മാറ്റി നിർത്തി. ബാക്കി അവിടെ ആരാ ഉള്ളത്? ഈ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? 2t. വേഗം വേഗം ചെയ്ത് മുട്ടിക്ക്. എന്തത് പ്രാക്ടീസ് ആവാതെ? നമ്മൾ ചെയ്തല്ലേ? ചെയ്ത് പഠിച്ചു പറയുന്നുണ്ട്. നിങ്ങളുടെ ടൂർ പോയ കൊടുക്കുമല്ല മണ്ടലിൽ ഒടിഞ്ഞ ഓഫ്റോഡല്ല അതെ ഓടിയാ പോയിപ്പോ നമ്മള് പോയില്ലേ? പോയാൽ മുകളിലൊന്നും കണ്ടില്ല സാരം. അല്ല വ്യൂ പോയിന്റ് മുകളിലേക്ക് പോവാം. അതിന്റെ തൊട്ടപ്പുറത്തൊരു മലയുണ്ട്. ഈ കടുവപ്പാറയുടെ തൊട്ടപ്പുറത്ത് അവിടെ പോയാൽ തൊട്ടപ്പുറത്ത് ഉയരത്തിന് പിന്നെ എല്ലാവർക്കും കിട്ടിയോ? ബാക്കി ഒന്നാമത്തെ പക്ഷേ എന്തായാലും dy/dx എങ്ങനെ ചെയ്യാം? dy/dt ബൈ ആരാണ്? dx/dt. അപ്പൊ ആദ്യം dy/dt കാണാം അല്ലെ? dy/dt കൊണ്ട് എന്താ വരിക? d/dt ഓഫ് y. y ആരാണ്? a⁴. അപ്പൊ a കോൺസ്റ്റന്റ് ആണ് അല്ലെ? പിന്നെ t⁴ ന്റെ ഡിഫറൻഷ്യൽ എന്താ? 4t³ സെറ്റായിരിക്കും. 4t³. അപ്പൊ അത് ഭംഗിയൊക്കെ എഴുതുകയാണെങ്കിൽ 4at³. ഇനി ഏത് എഴുതണം? dx/dt. dx/dt ചെയ്യുമ്പോൾ d/dt ഓഫ് x. x ആരാ? 2at².
അപ്പൊ 2a നമ്മൾ മാറ്റിയിട്ടു ടി സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോ എത്ര വരും? ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? 2t. അപ്പൊ 2a into 2 4a ഇനി നമുക്ക് dy by dx കാണാം അല്ലെ? dy by dx എങ്ങനെ കാണാ? dy by dt divided by dx by dt. dy by dt ക്ക് പകരം എന്ത് കൊടുക്കാം? 4at cube. മറ്റേതെന്താ? 4at. 4a ക്യാൻസൽ. t ക്യൂബിൽ എന്താ? 2. അപ്പൊ എന്താ ആൻസർ വരിക? ടി സ്ക്വയർ. എന്താണ് ആൻസർ വരിക? ടി സ്ക്വയർ. അടുത്ത ചോദ്യം എഴുതിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിയേ. x equal to a cos theta. രണ്ടാമത്തെ ചോദ്യം തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. തനിയെ ചെയ്തോ, പ്രാക്ടീസ് ആവട്ടെ. x equal to a cos theta. വേഗം ചെയ്തേ. x equal to a cos theta. y equal to b cos theta. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? ആ വേഗം നോട്ട് ചെയ്യേ. പെട്ടെന്ന് ആയിക്കോട്ടെ. x equal to a cos theta, y equal to b cos theta. എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകും. ഈസി ആയിട്ടുള്ള ചോദ്യം. ആൻസർ ഒന്ന് പറഞ്ഞേ. എത്ര ആൻസർ? ചെയ്യാലോ. ഈ ബോയ്സിന്റെ ബെഞ്ച് ഇരിക്കണത് ആകെ തിക്കായ പോലെ. ഇങ്ങനെയാണോ ഇരിക്കാറ്? ബെഞ്ച് മാറിയിരുന്നുണ്ട് ആരെങ്കിലും? ആൾക്കാർ കൂടി. അങ്ങനെ ഒരു ബെഞ്ച് എക്സ്ട്രാ ഉണ്ടാക്കുക. അഷിന്റെ ബെഞ്ചിലേക്ക് നാളേക്കൊരു സെറ്റ് ചെയ്തിരുന്നു. അവിടെ നിങ്ങളുടെ ബെഞ്ചിൽ ആകെ 2 പേരുള്ള ഇപ്പോഴും? അല്ലല്ലോ, ആള് വരണ്ട. അവിടെ വരാണ്ട് 6 പേരുള്ള. ആലിന്റെ ശ്രേയി 2 പേരുണ്ട് അവിടെ. അല്ല, അവിടെ പുറകില് ബെഞ്ചുണ്ട്. സൈൻ അഷിന്റെ ബെഞ്ചിലേക്ക് ഇരിക്കാൻ പണി. അതൊരു പുതിയ ബെഞ്ചാക്കിട്ടേ അങ്ങനെ വെച്ച് മാറിയിരുന്നോ? എന്താ സെറ്റ് ചെയ്ത? അത് ഇത് കിട്ടിയോ? എന്താ ആൻസർ വന്നേക്കും? ബി ബൈ എ. വെരി ഗുഡ്, കറക്റ്റ് ആണ് അല്ലേ? എത്ര പേർക്ക് കിട്ടി ബി ബൈ എ? ഒരു കിട്ടിയിട്ടല്ലേ? പക്ഷെ തന്നെ ചെയ്തിടാം. അപ്പൊ dy by dt. dt അല്ലല്ലോ, d theta അല്ലേ വേണ്ടേ? d theta. അപ്പൊ d by d theta ഓഫ് y ക്ക് പകരം എന്താ? b cos theta. b നെ മാറ്റി നിർത്തി. cos theta യുടെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് sin theta. അപ്പൊ മൈനസ് b sin theta. ഇനി എന്താ വേണ്ടത്? dx by d theta. അപ്പൊ എന്താ വരിക? d by d theta of x. x എന്താ? a cos theta. അപ്പൊ a മാറ്റിയിട്ടു. cos theta ഡിഫറൻഷ്യൽ മൈനസ് a sin theta. അപ്പൊ എന്താ വരിക? dy by dx equal to dy by d theta by dx by d theta ആണ്. dy by d theta എന്താ? മൈനസ് b sin theta. മറ്റേതെന്താ? മൈനസ് a sin theta. sin theta ക്യാൻസൽ ആയി. മൈനസ് മൈനസ് ക്യാൻസൽ ആയി. അപ്പൊ ആൻസർ എന്താ വരിക? b by a. ബറബർ കിട്ടിയിട്ടല്ലേ? നിങ്ങൾക്ക് ചെയ്യാവുന്ന ഉള്ളൂ. ഏറ്റവും ബേസ് മോഡൽ ആണ് അല്ലേ? അടുത്തത് മൂന്നാമത്തെ ചെയ്യാം. x equal to sin t. മൂന്നാമത്തെ x equal to sin t. y equal to cos 2t. സെറ്റ് ചെയ്ത് കൊടുത്തേ. അപ്പൊ തീറ്റയ്ക്ക് പകരം ഇവിടെ t ആണോ? തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ചെയ്യാം. കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം ഫൈനലിലൂടെ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. പിന്നെ പ്രാക്ടീസ് ആയിക്കോട്ടെ.
ഉത്തരങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലേ? കമ്പയർ ചെയ്തിട്ടില്ലേ? മൂന്നാമത്തെ അവിടെ അടുത്തല്ലേ പറഞ്ഞത്? അടുത്ത് ചെയ്യട്ടാ. ചെയ്തില്ലേ? minus 4 sin theta. Minus 4 sin t. നോക്കാം. minus 4 sin t അല്ലേ? നോക്കാം. dy by dt ആദ്യം കാണണം അല്ലേ? അപ്പൊ എന്ത് വരും? ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ ശ്രദ്ധിക്കും. ഒരു ഉത്തരം പിടിച്ചിരിക്കുന്നത് ഒന്ന് ചെയ്യും. ഉത്തരമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ട്. y-ക്ക് പകരം എന്ത് കൊടുക്കാം? cos 2t. cos 2t യുടെ ഡിഫറൻഷ്യൽ എന്ത് വരും? cos ന്റെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് സൈൻ 2t. പിന്നെ അവിടെ ആരുണ്ട്? 2t ഉണ്ട്. 2t യുടെ ഡിഫറൻഷ്യൽ എന്താ? 2t യുടെ ഡിഫറൻഷ്യൽ എന്താ? 2 അല്ലേ? ഒന്ന് ഭംഗിയാക്കി എഴുതാം. മൈനസ് 2 സൈൻ 2t എന്ന് എഴുതാം. 2 മുന്നിലേക്ക് എടുത്തിട്ട് വേറെ. ഇനി എന്താ? dx by dt. dx by dt ചെയ്യുമ്പോൾ എന്താ വരിക? d by dt of x. x ആരാ? വെറും പറയേ sin t. sin t യുടെ ഡിഫറൻഷ്യൽ എന്താ? cos t അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കാണാം? dy by dx കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? dy by dx എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം dy by dt divided by dx by dt. dy by dt ക്ക് പകരം എന്ത് കൊടുക്കാം? മൈനസ് 2 sin 2t divided by അടിയിലാര വെറും cos t. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? മൈനസ് 2 sin 2t ക്ക് പകരം എന്ത് കൊടുക്കാം? 2 into sin 2x എന്തായിരുന്നു? 2 into sin x cos x അല്ലേ? sin 2t ക്ക് പകരം എന്ത് കൊടുക്കാം? 2 into sin t cos t അല്ലേ? divided by അടിയിലാരുണ്ട്? cos t ഉണ്ട്. cos t cancel ആയി. minus 2 into 2 എന്താ? minus 4 sin t. വെരി ഗുഡ്. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് അല്ലേ ലക്ഷ്മി? minus 4 sin t. അച്ഛാ എത്ര വരെ കിട്ടി? നോട്ടെ അവിടെ വരെ പിടിച്ചു. ഓ നിങ്ങളെ പിടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ തന്നെ പുഷ് ചെയ്ത് പോകണോ? ഐഡന്റിറ്റി അറിയാതെ നീ എന്ത് ചെയ്യണം? മുന്നിലേക്ക് കയറി പോകണം കേട്ടോ. minus 4 sin t. ഇനി അടുത്ത ചോദ്യം. അടുത്ത തനിയെ ട്രൈ ചെയ്ത് നോക്കി. ഈ എക്സസൈസ് മൊത്തം ചെയ്യാൻ പറ്റും. അടുത്തത് നാലാമത്തെ അല്ലേ കണ്ടത്? x equal to 4t y equal to t by 4. ആലോചിച്ച് ചെയ്തോ കേട്ടോ. മറ്റേത് അവസാനിപ്പിക്കാൻ കംപ്ലീറ്റ് ചെയ്യാത്തവര് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ വരെ കിട്ടിയിട്ടുണ്ടാവല്ലോ. ഇതുവരെ കിട്ടിയത് ഒന്ന് ചെയ്യും.
ഇതുവരെ കുഴപ്പമില്ല, ബാക്കി പൊട്ടിച്ചോളൂ കേട്ടോ. അത് നാലാമത്തെ ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ നോക്കിയില്ലേ ഞാൻ? മൈനസ് 1/d ക്യൂബ് കിട്ടിയത് എത്ര പേർക്ക്? എന്താ കിട്ടിയവിടെ? ചെയ്താലല്ലേ കിട്ടുക. എന്തിനാ സ്റ്റക്കാവണേ? എന്തിനാ കോഷ്യന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും? കോഷ്യന്റ് വെച്ചാൽ തെറ്റില്ലോ, ഉത്തരം കിട്ടും. ഇതെവിടെ 1/4 അല്ലേ? ആ 1/4 എന്താ?
1/4 എന്ന് പറയുമ്പോ എന്താ തോന്നണേ? നമുക്ക് പറയണ്ട, കോൺസ്റ്റന്റ് അല്ലേ? y ഈക്വൽ ടു t/4. ഈ t/4 എങ്ങനെ റീഡ് ചെയ്യാം? 1/4 ഇൻറ്റു t. അതിൽ 1/4 എന്താ? കോൺസ്റ്റന്റ് ആണോ? ടിയുടെ ഡിഫറൻഷ്യൽ എത്രയാ വിത്ത് റെസ്പെക്ട് ടു t? 1. അപ്പൊ ആൻസർ എത്രയാ? എത്രയാ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ, അങ്ങനെ ചെയ്ത് നോക്കിയാ ചെയ്തോ? അപ്പൊ എന്താ കിട്ടിയേ? -1/t² കിട്ടിയിട്ടാ? അത് കിട്ടിയിട്ടില്ലേ? 1/, പിന്നെ മൊത്താണ് ചോദിക്കണ. പക്ഷെ ഇവിടെ 40 അല്ലേ വരണേ? അയ്യോ, അതൊരു വ്യത്യാസം ഉണ്ടല്ലോ. ചോദ്യം മാറി നോക്കില്ല. നിങ്ങൾക്കപ്പൊ എന്താ കിട്ടിയത്? ഉത്തരം 1/16. എല്ലാവർക്കും എന്താണ് കിട്ടിയത്? അല്ല, പിന്നെന്താ കിട്ടിയത്? 1/16 കിട്ടും. ഇത് ചെയ്യുമ്പോ എത്ര വന്നേ? 4 വന്നു അല്ലേ? മറ്റേത് 1/4. അപ്പൊ 1/4/4 വരുമ്പോ 1/16 കിട്ടിയില്ല. 1/16 കിട്ടാതെ കിട്ടിയില്ല. അപ്പൊ അത് ചെയ്യാൻ പഠിക്കും. അതായത് dy/dt എന്താ വരിക? dy/dt ഈക്വൽ ടു d/dt ഓഫ് y. y എന്താ? t/4. 1/4 മാറ്റി നിർത്തി ടിയുടെ ഡിഫറൻഷ്യൽ എത്രയാ? 1. അപ്പൊ ആൻസർ എത്ര വരും? 1/4 തന്നെ വരും. ആണോ? പിന്നെ dx/dt ചെയ്യുമ്പോ എന്താ വരിക? d/dt ഓഫ് x. x എന്താ? 4t. അതിൽ ആര് കോൺസ്റ്റന്റാ? 4 കോൺസ്റ്റന്റ് ആണ് അല്ലെ? ടിയുടെ ഡിഫറൻഷ്യൽ എത്രയാ? 1. അപ്പൊ അതിന്റെ ആൻസർ എത്ര വരും? 4 വന്നു. ഇനിയിപ്പോ dy/dx കാണണമെങ്കിൽ നമ്മള് dy/dt ഡിവൈഡഡ് ബൈ dx/dt. dy/dt എത്രയാ? 1/4 അല്ലെ? മറ്റേ എത്രയാ? 4. ഈ 4 താഴേക്ക് ഇറങ്ങി വരില്ലേ? അല്ലേ? ശരിയല്ലേ? കിട്ടിയിരുന്നോ? താഴേക്ക് ഇറങ്ങി വരുമ്പോ എന്ത് വരും? 1/16. എത്ര പേര് ശരിയാക്കി നോട്ടെ? നിങ്ങൾ തെറ്റിച്ചാവോ പ്രാവശ്യം? ഇല്ല, ലാസ്റ്റ് തെറ്റി. അതിന് തെറ്റിച്ചെന്നല്ലേ പറയാ. ഇവിടെ വരെ കിട്ടി. പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും അല്ലെ? 4 കട്ട് ചെയ്ത് കളയരുത്. റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ അല്ല വേണ്ടേ? ഇപ്പൊ 1/4/4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാ? 4/1 ആ. അപ്പൊ മുകളിലുള്ളത് എഴുതി, ന്യൂമറേറ്റർ എഴുതി, മൾട്ടിപ്ലൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ എന്ത് ഇവിടെ നോക്കണ്ടല്ലോ? ഡിനോമിനേറ്ററിന്റെ എന്ത്? റെസിപ്രോക്കൽ. അവളൊന്ന് വിളിച്ചേ. അപ്പൊ എത്ര വരും? 1/16. അങ്ങനെ ഒന്നും ചെയ്യണ്ട. അവിടെ വരെ തെറ്റിക്കണ്ടായിരുന്നു. അവർ കാര്യം ചെയ്യേ, ഒന്നുകൂടെ ചെയ്തത്. ഇവിടെ ചെറിയൊരു ഫിസിക്സ് വേണ്ടി ചോദ്യം എഴുതി. 4/t. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. 4 കേട്ടാ. നമ്പർ എത്ര പറഞ്ഞേ? 4. 5.6 4 തന്നെ കൊടുത്തോളൂ കേട്ടാ. ഒറിജിനൽ 4 ഇതാണ്. അപ്പൊ ഒന്ന് ചെയ്തേ. നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് ആയി. ഇത് തെറ്റിട്ട് പറഞ്ഞേ. എന്താ ആൻസർ വരാം? എന്താ ഷെറിനെ തമാശ പറയുന്നില്ല അവിടെ? ചെയ്താ ഉത്തരം കിട്ടിയ നേരത്തെ പറ്റണ്ട. 1/14 കിട്ടിയ ലിസ്റ്റിന്റെ മോഹം കണ്ടറിയാൻ കിട്ടിയത്.
ശ്രദ്ധിച്ചേ, ഒരു കാര്യം ശ്രദ്ധിച്ചേ പറയണത്. എഴുതി പഠിച്ചു കൊണ്ടുവരണത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താ? ചെയ്ത് പഠിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കണേ, മനസ്സിലാവണ്ട? അത് ചെയ്യുമ്പോഴേ ഒരു മിനിറ്റ് എഴുത്തൊക്കെ നിർത്തി അത് തെറ്റിക്കിരിക്കോ? ഒരു മിനിറ്റ് എഴുതി പഠിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനാണ് ഇത് പറയണേ അല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്തൊക്കെ കൊണ്ടുവരുന്നത് നോക്കണം. നിങ്ങൾ ചെയ്ത ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോൾ തന്നെ ചെയ്യണ്ടാവും. നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ കിട്ടിയ ഉത്തരം എവിടെ പോയി ചെക്ക് ചെയ്യുക? നോട്ട്ബുക്കിൽ പോയിട്ട് ചെക്ക് ചെയ്തോളൂ, മനസ്സിലായ? മാഷ് ഇങ്ങനെ റാൻഡായിട്ട് നോക്കണതാ, എന്നെ കണ്ടാ പറയാന്നുള്ളൂ. എല്ലാം നോക്കണ്ട, നമ്മള് എല്ലാം നോക്കാം ചെയ്തിട്ടുണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ. എന്ന് ഉത്തരങ്ങൾ തെറ്റിയിട്ട് പഠിക്കിരിക്കോ, പിന്നെ അത് പ്രശ്നവും, മനസ്സിലായ? അതെന്താ കേസ് എന്നറിയോ? നമ്മൾ പഠിക്കണ ചില പ്രോബ്ലംസ് എന്തായിട്ട് മാറും? ഇക്വേഷൻസ് ആയിട്ട് ഉപയോഗിക്കും. എ റൈസ് ടു എക്സിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ഫോർമുലയായിട്ട് വരണതാണ്. അപ്പൊ അത് പ്രോബ്ലം ചെയ്യുന്ന ഫോർമുലയായിട്ട് പഠിക്കും. നിങ്ങൾ തെറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഫോർമുല എന്താ തെറ്റി പഠിക്കും, പിന്നെ അത് പോണതൊക്കെ പ്രശ്നം കാണിക്കും. മനസ്സിലായി? സമയമായിരുന്നു കേട്ടാ. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. എപ്പോഴും ചെയ്ത് കഴിഞ്ഞ് ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തന്നെ ചെയ്യണവര് കിട്ടിക്കഴിഞ്ഞ ഉത്തരം ക്രോസ് ചെക്ക് ചെയ്യുക. ചെയ്ത് ശരിയാണോ എന്ന് നോക്കണ്ടേ? മനസ്സിലാവണ്ട? ഞാൻ എപ്പോഴും നോക്കും, എപ്പോഴും തെറ്റിണ്ടാവും ചിലപ്പോ. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ തെറ്റി വരിക ആൻസറുകൾ കേട്ടോ. എന്താ ഇത് നടപടിയായ ഇല്ലേ? എന്തെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടോ? എന്താ കിട്ടിയേ? -1/t² കിട്ടിയോ? ഒന്ന് ചെയ്യാൻ കിട്ടാത്തവരോട് നോക്കിയോ. dy/dt ഈക്വൽ ടു d/dt ഓഫ് y ക്ക് പകരം എന്ത് കൊടുക്കാം? 4/t. 4 എന്താ? കോൺസ്റ്റന്റ് അല്ലേ? 4 എന്താ? കോൺസ്റ്റന്റ്. പിന്നെ അവിടെ ആരുള്ളത്? 1 പറഞ്ഞേ, 1/t. 1/x ന്റെ ഡിഫറൻഷ്യൽ എന്താ? -1/x². അപ്പൊ 1/t ന്റെ ഡിഫറൻഷ്യൽ എന്താ? -1/t². അപ്പൊ എന്താ ആൻസർ വരിക? -4/t². ഇത് ക്ലിയർ ആണോ? സൈൻ മനസ്സിലായിട്ടില്ല? d/dx ഓഫ് 1/x എന്താ സൈൻ? ഫോർമുല അറിയണം. -1/x². ഇതാണ് ഫോർമുല. അപ്പോ d/dx ഓഫ് അല്ലെങ്കിൽ dt ഓഫ് ആരാ? 1/t എന്താ വരിക? -1/t². അതാണ് ഇവിടെ ചെയ്തേണേ. പിടികിട്ടിയോ? 4 ഇങ്ങോട്ട് മാറ്റി. അപ്പൊ ബാക്കി അവിടെ 1/t അല്ലേ? 1/t ഡിഫറൻഷ്യൽ എന്താ പറഞ്ഞേ? -1/t². അപ്പൊ എന്താ വരിക? -4/t². ഇനി നെക്സ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? dx/dt കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ എന്ത് വരും? d/dt ഓഫ് x. x പിന്നെ എളുപ്പമാണ്, 4t. 4 കോൺസ്റ്റന്റ്. t യുടെ ഡിഫറൻഷ്യൽ പിന്നെ എത്ര തന്നെ വരും? 1 തന്നെ വരും അല്ലേ? അപ്പൊ എന്ത് അങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം നമുക്ക്? dy/dx is equal to dy/dt divided by dx/dt. dy/dt എന്താ പറഞ്ഞേ? -4/t² by 4. അപ്പൊ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യണം അല്ലെ? 4 ന്റെ റെസിപ്രോക്കൽ എത്രയാ? ഈ 4 ന്റെ റെസിപ്രോക്കൽ എത്രയാ? 1/4. 4 4 ക്യാൻസൽ ആയി. ബാക്കി എന്താ പറഞ്ഞേ? -1/t². അവിടെ വരെ അത് ചെയ്തു കൊടുക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? എത്ര കിട്ടി അവിടെ വരെ? അങ്ങോട്ട് കിട്ടിയവരൊക്കെ ശരിയാക്കി. എന്താ പകുതി പൊക്കണേ? പകുതി എത്തിയുള്ളൂ. അവന്റെ കിട്ടിയില്ല. ചെയ്യേണ്ട അറിയുന്നത് എന്തോടെ മിസ്റ്റേക്ക് പറ്റിയ നോക്കട്ടെ. പക്ഷെ മൈനസ് ഈ മൈനസ് ഇട്ടില്ല, വെറുതെ 1/t² ഇട്ടാ. മൈനസ് വേണ്ടേ? ആ ഫോർമുല മാറിപ്പോലെ. അഞ്ചാമത്തെ ചോദ്യം എഴുതാ. x ഈക്വൽ ടു cos θ മൈനസ് x ഈക്വൽ ടു cos θ മൈനസ് cos 2θ. y ഈക്വൽ ടു sin θ മൈനസ് sin 2θ. sin θ മൈനസ് sin 2θ. ഓക്കെ. ചെയ്ത് മാർച്ച് ചെയ്യാം. എന്താ വരിക? dy/dx ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ? dy/dx സൈഡിലായിരിക്കും തന്നെ ചെയ്യേണ്ട. ശ്രദ്ധിക്കും. dy/dθ ഡിവൈഡഡ് ബൈ dx/dθ. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? dy/dθ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് വരും? d/dθ ഓഫ് y. y ആരാണ്? sin θ മൈനസ് sin 2θ. sin θ യുടെ ഡിഫറൻഷ്യൽ നമുക്ക് അറിയാം. ആരാ? cos θ. മൈനസ് മാർക്ക് ചെയ്തു അല്ലെ? sin 2θ യുടെ ഡിഫറൻഷ്യൽ എന്താ? cos 2θ ഇൻറ്റു 2 വരും അല്ലെ? അപ്പൊ ഭംഗിയാക്കി എഴുതാം നമുക്ക്. cos θ മൈനസ് 2 cos 2θ. അത് റെഡി. ഇനി dy/dθ കാണാം. dy/dθ എങ്ങനെയാ കാണാം? d/dθ ഓഫ് y അല്ലല്ലോ, x അല്ലേ കാണണ്ടേ? x ന്റെ ഡിഫറൻഷ്യൽ എന്താ? സോറി, x എന്താ?
കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ. കോസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് സൈൻ തീറ്റ. ശരിയല്ലേ? മൈനസ് സൈൻ തീറ്റ ആണ് വരിക അല്ലെ. നടുക്കിൽ ആരുണ്ട് അല്ലെ? ഇത് നടുക്കിൽ മൈനസ് ഉണ്ട് അല്ലേ. ഇനി കോസ് 2 തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ വരിക അച്ഛനാ? മൈനസ് ഉണ്ട്. മൈനസ് സൈൻ 2 തീറ്റ ഇൻറ്റു 2. കറക്റ്റ് അല്ലേ? ആ 2 തീറ്റയുടെ ഡിഫറൻഷ്യൽ 2 ഓടെ ഇറങ്ങി വരും. അപ്പൊ എന്ത് വരും? മൈനസ് സൈൻ തീറ്റ മൈനസ് ഓഫ് മൈനസ് എന്താ? പ്ലസ്. പിന്നെ 2 കൊടുക്കണേ മാഷാദ്യം എതിർപ്പല്ലോ. 2 സൈൻ 2 തീറ്റ. അപ്പൊ എന്താ വരിക? 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പൊ എന്ത് വരും? dy by dx is equal to dy by d theta divided by dx by d theta ആണ് ചെയ്യേണ്ടത്. അത് ഭംഗിയാക്കി എഴുതിയിരിക്കുക, വേറെ ഒന്നുമില്ല. അപ്പൊ dy by d theta എന്ത് വരും? cos theta minus 2 cos 2 theta divided by അടിയിലാരാ 2 sin 2 theta minus sin theta. ഇത്രയും സംഖ്യകൾ നമ്മൾ എഴുതി മുട്ടിക്കുന്നതായിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആണെങ്കിൽ ചെയ്യാൻ സമയം ഒന്നുമില്ലല്ലോ. അപ്പൊ ചെയ്ത് അവസാനിപ്പിച്ച്. അപ്പൊ 5 കഴിഞ്ഞു. നോക്കി കഴിഞ്ഞില്ലേ എല്ലാവരും? നാളെ കൊണ്ടോ കേട്ടോ. കയറിയിരുന്നോ? എന്താ ഈ നല്ല പരീക്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം മെച്ചുണ്ടായില്ല. അല്ല പക്ഷെ വേറെ കാര്യം ഉണ്ട് കേട്ടാ. അത്യാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. പഠിക്കാണ്ടിരുന്നിട്ടില്ലേ? ഒരു എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ മാർക്ക് എഴുതി നിങ്ങൾ വലിയ ഒന്നാവുമ്പോഴേ മക്കളെ ഡിഗ്രി വന്നല്ല, നിങ്ങളൊരു കുന്തമാവുമ്പോൾ. ഞാൻ ഇന്നലെ ഒരു ട്രോള് ഉണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ. എന്താ പറയൂ, ടീച്ചർ ആവാൻ പഠിക്കുക ഒരാള്. അങ്ങനെ ഒരു സായികുമാറിന്റെയോ ഒരു പടം കൊടുത്തിട്ട്. അപ്പൊ ഡിഗ്രി എടുത്ത് MSc എടുത്ത് BEd കഴിഞ്ഞാൽ ടീച്ചർ ആവാനേ എന്ന് പറയുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു തമാശ പോലെ കൊടുത്തിട്ട് വേണ്ടിയിട്ട് അത് മാത്രം പോരാന്ന്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ HSST HSA ഇങ്ങനെ കുറെ പരീക്ഷകൾ കിട്ടുന്നത്. അതും കൂടെ വേണം എന്ത് ചെയ്യാൻ, പാസ്സാവണം. എന്നിട്ട് വേണം എന്താ ടീച്ചർ ആവാന്ന് പറയാ. പിന്നെ എടുക്കുന്ന ഉറപ്പില്ലേ? പിന്നെ എടുക്കും 3 വർഷം. അത് പാസ്സായി. പിന്നെ ലിസ്റ്റ് ക്യാൻസൽ ആയി പോകാൻ ഏർപ്പാടുണ്ടല്ലോ അല്ലെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്താവാൻ, ടീച്ചർ ആവാൻ പറയാൻ. മനസ്സിലായി? ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലേ 10 കൊല്ലത്തിലൊരിക്കലും വിളിക്കുള്ളൂ. അങ്ങനെയില്ല. അപ്പൊ ടീച്ചർ ആവുമ്പോൾ ആരും പഠിപ്പിച്ചുള്ളേ വെറുതെ അല്ലാട്ടാ. ടീച്ചർമാർക്ക് എന്തെങ്കിലും പണിയില്ലാന്ന് തോന്നല്ലേ? അത് കാരണല്ലേ. ഞാൻ ട്യൂഷന്റെ പരിചയം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സ്റ്റാറ്റസിന്റെ നിറച്ച് കോളാ മാഷ ഇവിടെ പഠിപ്പിക്കാളാണെന്ന് ചോദിച്ചിട്ട് പിള്ളേരും വിളിക്കാറില്ലേ? വിളിക്കുന്ന കൂടെ ടീച്ചറിന് ഡിഗ്രി കഴിഞ്ഞ് BEd എടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്നു. പക്ഷെ ആ ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് HSST ആണ് കയറണമെങ്കിൽ സ്റ്റാർട്ടിങ് സാലറി 65,000 ക്യാഷ്. പിന്നെ അപ്പൊ ഒരു 70-ന് കിട്ടും ഫസ്റ്റ്. പിന്നെ ഇങ്ങനെ കൂടി വരും. ഞങ്ങള് എന്നെ ഹിന്ദി പഠിപ്പിച്ച മാഷിന്റെ മോളാനെ ഞാൻ പിന്നീട് ഒരു അവസരത്തില് ട്യൂഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അവളോട് ഞാൻ ചോദിച്ചു പറയാ, അപ്പന് 1.20 അങ്ങോട്ട് ശമ്പളം ഹിന്ദി പഠിപ്പിക്കുന്ന മാഷിക്ക്. ആളെ ക്ലാസ്സിൽ വരാൻ ലിസ്റ്റ് വന്നു. സ്കൂളിൽ പഠിക്കുമ്പോ ആള് വെറുതെ വരും, ബുക്കൊക്കെ മാറ്റിയും വിശേഷണം ചോദിക്കും. ആള് ഹിന്ദി പഠിക്കുന്ന മാഷിന് പൈസ ചോദിച്ചപ്പോൾ കിടിപോയി. 1.20 സാലറി. എന്റെ അമ്മയ്ക്ക് എത്രയുണ്ടാ? കോളേജിലാണെങ്കിൽ ഇതിലും കൂടുന്നോണല്ലേ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. പക്ഷെ അവിടെ എത്തണമെങ്കിൽ കുറച്ച് പണി കേട്ടോ. അത് പറയണല്ലോ, വേറെ എടുക്കണം. അത് എനിക്കോടെ 3 കൊല്ലം ഡിഗ്രി ചെയ്യണ്ടേ. ഇപ്പൊ 4 കൊല്ലം ആക്കി തോന്നും അല്ലേ ഡിഗ്രി? 4 കൊല്ലത്തിന്റെ പരിപാടി തുടങ്ങി തോന്നും അല്ലേ? അപ്പൊ മറ്റേത് കുറച്ചു തോന്നും അല്ലേ? BEd പിന്നെ വരണ 1 കൊല്ലം തോന്നും അല്ലേ? അങ്ങനെയാ. 2 കൊല്ലം ഉണ്ട്.
നിങ്ങളൊക്കെ ഇനി എത്ര കൊല്ലം പഠിക്കണം അല്ലേ? കഷ്ടം തന്നെ. ഓ പഠിച്ച് വയ്യാട്ടോ. പക്ഷെ ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ അല്ലാണ്ട് എടുക്കണമെന്നാണെങ്കിൽ 4 കൊല്ലം ഡിഗ്രി ഇപ്പൊ ഓൾറെഡി ഉണ്ട്. ആ 4 കൊല്ലം ഡിഗ്രി ചെയ്തിട്ട് പിന്നെ 2 കൊല്ലം വേറെ ബി.എഡ് ചെയ്യണം. മാസ്റ്റർ ചെയ്യണമെങ്കിലോ? മാസ്റ്റർ ചെയ്യണമെങ്കിൽ 2 കൊല്ലം വേറെ ചെയ്യണം. അതിന്റെ കൂടെ നമുക്ക് ബി.എഡ് ചെയ്യാൻ പറ്റുമോ? 3 കൂടെ ഒരുമിച്ച് 6 കൊല്ലത്തെ ഒരു കോഴ്സ് ഉണ്ട്. അതെ, അവൻ സൗകര്യം. അപ്പൊ മാസ്റ്ററിന്റെ കൂടെ തന്നെ ബി.എഡ് കിട്ടുമല്ലോ, ഇന്റഗ്രേറ്റഡ് ബി.എഡ് അല്ല, അതാണ് നല്ലത്. കോഴ്സൊക്കെ എടുക്കുമ്പോ നോക്കിയിട്ടൊക്കെ തപ്പി പിടിച്ചിട്ടൊക്കെ എടുത്തോളൂ കേട്ടാ. എപ്പോഴും മനസ്സിലായ ഒരു അന്തം ഒന്നില്ലാതെ കോഴ്സൊക്കെ എടുത്തിട്ട് ആകെ പണി വെച്ച് പരിഹരിക്കുമെന്ന് പറയാ. പഠിപ്പോട് തന്നെ പഠിപ്പോ അല്ലേ? പെട്ടെന്ന് ജോലി കിട്ടാൻ എന്താ മാർഗല്ലേ? എനിക്ക് ഒരു മാർഗമില്ല മക്കളെ. പല സാർവത്രികത പറഞ്ഞിട്ട് വരും. ആ ഏതാ TTCക്ക് പെട്ടെന്ന് ജോലി കിട്ടോ? സാലറി ഉണ്ടോ? പക്ഷെ അവന് വില ഉണ്ടാ TTC എടുത്താ? ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഹാൻഡിക്യാപ്ഡ് അങ്ങനെ ഡിസബിലിറ്റി പുറത്തേക്ക് പോകണം. TTC നല്ല കോഴ്സാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യമില്ല. ഡിഫാമൊക്കെ എന്താണ് അവസ്ഥ? നമ്മളൊന്നും പോയില്ല, ആരും പോയില്ല. ഒരു ചർച്ചയൊക്കെ വന്നിരുന്നു ഇവിടെ പോകണമെന്നൊക്കെ. പോയില്ല. പുറത്തേക്ക് പോലോ. മരുന്നെടുത്ത് കൊടുക്കണം, അത്ര ഉള്ളു. അതിപ്പോ ഡിഫാമുണ്ട്, ഫാം ഡി ഉണ്ട്, 6 വർഷത്തെ കോഴ്സ്, 1 വർഷം ഇന്റേൺഷിപ്പ്, അങ്ങനെ കോഴ്സ് ഉണ്ട്. അപ്പൊ അതാണ് ഏറ്റവും നല്ലത് എടുക്കാം. പക്ഷെ ഈ ഡിഫാം എടുത്ത ആൾക്കും ഫാം ഡി എടുത്ത ആൾക്കും ഒരേ റേഞ്ചുകളുണ്ട്. ഇനിയിപ്പോ പുറത്തേക്ക് പോവാണെങ്കിൽ ഡോക്ടേഴ്സും അസുഖം എന്താണ് കണ്ടുപിടിക്കും, ഇവരാണ് മരുന്ന് കൊടുക്കുക. ഇവിടെ അങ്ങനെയല്ലല്ലോ, മരുന്ന് ഡോക്ടർമാരല്ലേ. അപ്പൊ ഇവിടെ അവർക്ക് വലിയ പണിയില്ലാന്ന്, സാധ്യതയില്ലാന്ന്. അപ്പൊ ഇതിന് എടുക്കണം. 5ാമത്തെ ചോദ്യം കഴിഞ്ഞു. പക്ഷെ അതില് ഒരെണ്ണം പഠിച്ചു നല്ലതാന്ന് കേൾക്കാറുണ്ടല്ലോ. ബി.ഫാം നല്ലതാണോ? എന്താണ്? സാധാ ഡിഗ്രി അതിന് കൊണ്ടുവന്നോളൂ പിള്ളേര്. ഫാം ഡി ആണ് കാര്യമില്ലാത്തതാണല്ലേ? ഒട്ടും കാര്യമില്ലാത്ത ഏതാ കാര്യമുള്ളത്? ബി.ഫാം D.ഫാം ആണ് കാര്യമില്ലാത്ത. ഡിപ്ലോമ അതന്നെ ഡി വരണല്ലേ? കടിയിടാൻ പറ്റുമോ? കൊള്ളാലോ. മെഡിക്കൽ ഷോപ്പ് ഇട്ടിരുന്നാ പോരെ. പിന്നെ ബി.ഫാം, എം.ഫാം അത് മാസ്റ്ററും ബാച്ചിലറും. പിന്നെ ഫാം ഡി അതാണ് ഞാൻ പറഞ്ഞ പുറത്തേക്ക് പോകേണ്ട സാധനം. ഏറ്റവും നല്ലത്. ഫാം ഡി ഒക്കെ എടുത്ത് പഠിച്ച പിള്ളേരൊക്കെ ഉണ്ട് അവിടെ പഠിച്ചു. മക്കളെ ഇതൊന്ന് പുഷി നോക്കിയേ, എന്ത് നടപടിയാക്കാൻ പറ്റുമോ നോക്കിയേ. 6ാമത്തെ കോഴ്സൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ചോട്ടാ. ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ട് തപ്പി പിടിച്ച് വരുമ്പോഴേക്കൊക്കെ സീറ്റ് ബുക്കോ. എനിക്കൊരു കോള് വന്നതാ കഴിഞ്ഞ ദിവസം +2 റിസൾട്ട് വന്നപ്പോ. പട്ടിക്കാട് മേഖലയിൽ നിന്ന് വിളിച്ചാണ് അവർക്ക് എന്താ പറ്റിയെന്നറിയോ? അവര് നഴ്സിംഗിന്റെ സീറ്റൊക്കെ ബുക്ക് ചെയ്തു, കാശൊക്കെ കൊടുത്തു. കുട്ടി പാസ്സായി. കുട്ടി 3 വിഷയത്തിൽ തോറ്റു. 3 വിഷയത്തിൽ പൊട്ടി. പൈസ ഒക്കെ കൊടുത്തു, സീറ്റൊക്കെ എടുത്ത് ഫുള്ള് സെറ്റാ. എന്നിട്ട് വിളിച്ചിട്ട് എങ്ങനെയും എടുക്കും ഭാഷ, എങ്ങനെയും പാസ്സാക്കുന്നത്. ഞാൻ എങ്ങനെ പാസ്സായിരുന്നു? 3 വിഷയം തോറ്റണ്ട. 3 വിഷയം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. പൊട്ടി റേഞ്ച് പൊട്ടല്ല. 2 മാർക്ക് 5 മാർക്കൊക്കെയാ. ഞാൻ തലേനെടുത്ത് വെക്കാൻ നിന്നില്ല, കാശ് കുറെ പറഞ്ഞേനെ. പക്ഷെ നമുക്കൊരു കുറ്റബോധം തോന്നില്ലേ കുറെ കഴിഞ്ഞിട്ട്. എന്തായാലും അവിടെ വീണ്ടും എന്ത് ചെയ്യണം? പൊട്ടും, ഉറപ്പാ. നമുക്ക് കാശ് വീട്ടിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് നൈസായിട്ട് വരിക. അപ്പൊ ഞാൻ പറയണത് ഇപ്പൊ തന്നെ ആൾക്കാർ സീറ്റ് എടുത്ത് വെക്കണണ്ട. അവിടെ ഇവിടേക്ക് ആൾക്കാർ സീറ്റ് മേടിച്ച് വെക്കുക. കഴിഞ്ഞ +2 ബാച്ചിൽ പോയ 1-2 പിള്ളേര് റിസൾട്ട് വരുന്നാളും മുന്നേ തന്നെ അവര് പറഞ്ഞു, അറിയിച്ചു കഴിഞ്ഞു, മാഷെ ഞാൻ ഇവിടെ ചേർന്നുണ്ട്, അവിടെ ചേർന്നുണ്ട്. ഞാൻ ആലോചിക്കും ടീച്ചറെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ, മാനേജ്മെന്റ് സീറ്റ് എടുത്ത് വയ്ക്കുക. അത്രയും കോമ്പറ്റീഷൻ ആണേ. അപ്പൊ നല്ലപോലെ പഠിച്ചോന്ന് പറയാ. എന്തായി മറുപടി ചെയ്യാ? നീ പേടിക്കുന്ന പിന്നെ നീ പാസ്സാവും. സർട്ടിഫിക്കറ്റ് പാസ്സാക്കിയാൽ ഞാൻ, നീ പേടിക്കണ്ട. പാസ്സാവണം. തോൽക്കോ? കസ്റ്റമർ തോന്നിയാൽ സെക്കൻഡിലേക്ക് പോവാം. തോൽക്കും. കുറെ പേര് പ്രാവശ്യം തോൽക്കും, അല്ലെങ്കിൽ ഉറപ്പാണ്. അങ്ങനത്തെ വാല്യുവേഷൻ എന്തായാലും പൊട്ടും. ആദ്യം dy/dt വേണ്ടേ? ഈ dy എന്ത് കൊടുക്കാം? a × 1 + cos θ.
ഈ പണി കൂടെ നടക്കട്ടെ. പിന്നെ എന്നിട്ട് പറഞ്ഞാൽ പറയേ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എനിക്ക് നോക്കട്ടെ. ചെയ്തുണ്ടോ? ഒന്ന് ചെറുതാക്കണം. 1 + cos θ കൺവേർട്ട് ചെയ്യാട്ടോ. ലാസ്റ്റ് സെക്ഷനിലേക്ക് 1 + cos θ വരെ എങ്ങനെ നോക്കുക? sin θ ചെറുതാക്കാൻ പറ്റും നോക്ക്. ചെറുതാക്കാൻ പറ്റും നോക്ക്. ചെറുതാക്കാൻ പറ്റും നോക്ക്. സമയത്തായി 3 ആൾ കൂടി ഉണ്ടല്ലോ, 3 ആൾ കൂടി ഉണ്ടല്ലോ. സമയത്തായി കൂടിയാണോ കിട്ടും. തന്നെ ചെയ്ത് മുട്ടിച്ചോ. ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് കാരണം കണ്ടില്ലേ? എന്താ എ കോൺസ്റ്റന്റ് മാറ്റി നിർത്തി. 1 ഡിഫറൻഷ്യൽ എന്താ? 0. cos θ ഡിഫറൻഷ്യൽ എന്താ? -sin θ. അപ്പൊ എന്താ വരിക? -a sin θ. അടുത്തത് dx/dθ അല്ലെ. dx/dθ എന്താ? d/dθ of x. x എന്താ? a × θ - sin θ. എന്താ മക്കളെ? a നെ മാറ്റി നിർത്തി. θ ഡിഫറൻഷ്യൽ എത്രയാ? 1. sin θ ഡിഫറൻഷ്യൽ എന്താ? cos θ അല്ലേ? അതെന്ത് ഇത് ഒരു മിസ്സിംഗ് കളിച്ചല്ലോ. 1 മൈനസ് ആണല്ലോ വന്നേ. ഓക്കെ, ഇനിയിപ്പോ ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പൊ എന്ത് വരും? dy/dx is equal to dy/dθ divided by dx/dθ. dy/dθ ക്ക് പകരം എന്ത് കൊടുക്കാം? a sin θ അല്ല -a sin θ അല്ലേ. dx/dθ ക്ക് പകരം a × 1 - cos θ. a ക്യാൻസൽ. മൈനസ് sin θ നെ എങ്ങനെ പൊട്ടിക്കാം? 2 sin θ/2 × cos θ/2. എതിർപ്പുണ്ടോ? ഏതാ ഐഡന്റിറ്റി? ഏതാ? sin 2x = പറയേ sin 2x = 2 sin x cos x. ഞാൻ വേറെ എഴുതില്ലേ. 1 - cos θ എന്താ കാണിക്കാൻ പറ്റുക? ആ സൈഡിൽ കാണിച്ചു വേണമെങ്കിൽ. ഇതൊരു ഫോർമാറ്റ് ഉണ്ടല്ലേ. ഇവിടെ നോക്കടാ. ഇവിടെ നോക്കിയ പ്രശ്നം cos 2x = ആരാ? 1 - 2 sin² x. ഈ 2 sin² x ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ അതെന്താവും? പോസിറ്റീവ് 2 sin² x ആവും. ഇവിടെ 1 ഉണ്ട്. cos 2x നെ അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ അതെന്താവും? -cos 2x. അവിടെ ശ്രദ്ധിക്കുക, പലത് കിട്ടിയിട്ടുണ്ടാവില്ല. ഐഡിയ മനസ്സിലായ? അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? ഇവിടെ എന്താ ഫോർമാറ്റ്? 1 - cos θ ആണോ? ശ്രദ്ധിക്കണില്ലേ പലരും? ശ്രദ്ധിക്കേ. 1 - cos θ. 1 - cos θ. ഇവിടെ 2x ആണെങ്കിൽ ഇവിടെ എന്താ? ഇവിടെ θ ആണെങ്കിൽ അപ്പൊ ഇവിടെ എന്താ? θ/2. അപ്പൊ എന്താ വരിക? 2 sin² θ/2. കണ്ടോ? അപ്പൊ 1 - cos θ ക്ക് പകരം എന്ത് കൊടുക്കാം? പറയേ 2 sin² θ/2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈനിന്റെ സ്ക്വയറും ഇവിടത്തെ sin θ/2 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരൊക്കെ ഉണ്ട്? 2 - 2 cos θ. ഒരു കാര്യം ചെയ്യാം, 2 കൊണ്ട് ക്യാൻസൽ ചെയ്തൂടെ? ബാക്കി ആരൊക്കെ ഉണ്ട്? -cos θ/2 ഡിവൈഡഡ് ബൈ sin θ/2. അപ്പൊ എന്താ വരിക? -cot θ/2. ആരെങ്കിലും ഇവിടെ എത്തിയിട്ടായിരുന്നാ? ഏഴ് അവിടെ നിൽക്കട്ടെ. തൽക്കാലം 9 ചെയ്യാം. 9 തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. 9x = a sec θ, y = b tan θ. സെറ്റ് കൊടുത്ത നമ്മളെ find dy/dx. ഈ കണക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാട്ടോ. എല്ലാ സ്റ്റെപ്പുകളും പറയുന്നുണ്ട്. ഒരു ധാരണയില്ലാണ്ട് എഴുതി വെക്കിരിക്കും. അതുകൊണ്ട് കാര്യം നാളെ ഒരു എഴുതി പഠിച്ചു. ഫിസിക്സ് പഠിച്ചു പറഞ്ഞിട്ട് പഠിച്ചെന്ന പോലെ ഇന്ന് സ്കൂൾ തുറക്കണമെന്ന് പറഞ്ഞാൽ ജൂൺ 2. വെക്കേഷന് 2 മാസം കറക്റ്റ് കിട്ടുന്നുണ്ടല്ലേ? കുറച്ച് പേർക്ക് പണ്ട് 1 മാസം ഉണ്ടാവാറുള്ളൂ. മെയ്യിൽ തുടങ്ങാറുണ്ട് ക്ലാസ്. ഇത് ബ്ലോക്ക് ചെയ്ത കാരണം 1 മാസം കിട്ടണല്ലേ. 2 മാസം കഴിച്ച് കിട്ടുന്നു. എന്തായി? മറുപടി ആയ sec θ ഡിഫറൻഷ്യൽ അറിയാലോ. എന്താ? sec θ tan θ അല്ലേ? അല്ല അത്
ഡിഫറൻഷ്യൽ അറിയില്ലേ ആവശ്യം തപ്പ് സീ സ്ക്വയർ തീറ്റ. അതെ ആരെ ചോദിച്ചേ? മനുഷ്യനാ ചോദിച്ചേ? ഈ പെൺകുട്ടികള് പകുതി ആൾക്കാർ മഴ പെയ്ത ലീവാട്ടാ. ഞാൻ നോക്കുമ്പോ മഴ പെയ്ത അന്ന് ആൾക്കാർ കുറവ്. എന്തായി കിട്ടിയ ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? വേഗം പറഞ്ഞേ എന്താ ആൻസർ കിട്ടി? പറഞ്ഞു തെറ്റിയാലും കുഴപ്പമില്ല. മാഷൊക്കെ തെറ്റിക്കാത്തോട് പിന്നെ നീ തെറ്റിയോളൂ. പറഞ്ഞേ. B sec square theta by A tan theta. B sec square theta by A tan theta മാത്രമാണ്. മോഡ് sec square theta വരികയാണെങ്കിൽ അടിയില് x ന്റെ ഡിഫറൻഷ്യൽ എന്താ? sec theta ന്റെ ഡിഫറൻഷ്യൽ എന്താ? tan theta അല്ല. sec theta ന്റെ ഡിഫറൻഷ്യൽ എന്താ? sec theta tan theta അല്ലേ? അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണം കേട്ടോ. നോക്കാം. എന്താ വരിക? dy by d theta is equal to d by d theta of y. ആരാണ് y? b tan theta. അപ്പൊ b നെ മാറ്റി നിർത്തി tan theta ഡിഫറൻഷ്യൽ നമുക്ക് അറിയാം എന്താ? sec square theta. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇനി സംസാരിക്കുന്നത്. അടുത്ത എന്താ? dx by d theta. dx by d theta ചെയ്യുമ്പോൾ എന്താ വരിക? d by d theta of x. x ആരാ? a sec theta. sec theta യുടെ ഡിഫറൻഷ്യൽ അതിനെ മാറ്റി നിർത്തി sec theta ഡിഫറൻഷ്യൽ എന്താ? sec theta tan theta. അപ്പോൾ നമുക്ക് dy by dx കാൽക്കുലേറ്റ് ചെയ്യാം. dy by dx is equal to dy by d theta divided by dx by d theta. അപ്പോൾ dy by d theta എന്താണ് വരിക? b sec square theta divided by a sec theta tan theta. ഇവിടെ വരെ എത്ര കിട്ടി? കുറവ് കിട്ടിയിട്ടുണ്ട്. അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടോ? അപ്പൊ കാര്യം ചെയ്യാം. ഈ sec സ്ക്വയറിന്റെ സ്ക്വയറും അടിയിലത്തെ sec theta എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്ക്. അപ്പൊ എന്താ? b by a നെ മാറ്റി നിർത്തി മാഷ് അല്ലേ? ബാക്കി ആരാ ഉള്ളത്? മുകളിൽ ഒരു sec theta ഉണ്ട്, താഴെ ആരുണ്ട്? ഒരു tan theta ഉണ്ട്. അപ്പൊ b by a into sec theta into 1 by tan theta. 1 by tan theta എന്താണ്? എന്ത് theta? cot theta അല്ലേ വരിക? ആണോ? അപ്പൊ b by a sec theta ക്ക് പകരം എന്തെന്ന് എഴുതാം? sec theta എന്ന് പറഞ്ഞാൽ എന്താ? sec theta എന്താ? 1 by cos theta into cot theta എന്താ? cos theta by sin theta. അപ്പൊ cos theta എന്തായി? ക്യാൻസൽ ആയി. ബാക്കി അപ്പൊ എന്താ? b മോളിന് അടിയിലാരാ? a sin theta. അവിടെ വരെ ചെയ്താ അപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട്. b by a 1 by sin theta എന്ന് പറഞ്ഞാൽ എന്താ? 1 by sin theta അല്ലേ? ഇവിടെ 1 by sin theta അല്ലേ? ആരാ? cosec ആണോ? അപ്പൊ b into b by a cosec theta. ഇവിടെ വരെ ചെയ്യണം കേട്ടോ. അതാണ് ടെസ്റ്റ് ആൻസർ. അപ്പൊ 9 കഴിഞ്ഞു. നാളെ സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കാം കേട്ടോ. നാളത്തോടുകൂടെ ഈ പാഠം ഏകദേശം തീരുകയാണ് കേട്ടോ. ഫുള്ള് കഴിയില്ല. ഈ എക്സസൈസ് കഴിയാറായിട്ടുണ്ട്. ഇതിന്റെ 11 കണക്കേ ഉള്ളൂ. ഇതിലൊരു 7, 8, 10, 14 കൂടി പെൻഡിങ് ഉള്ളൂ. കുഴപ്പമില്ലല്ലോ, ചെയ്യാൻ കിട്ടണ്ട. നാളെ ഒരു ചെയ്ത് പഠിച്ച് വരണം കേട്ടോ. മാത്രമല്ല ഫിസിക്സ് പഠിക്കാൻ പറഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ അറിയിക്കും. താങ്ക് യു. ആ ഫീസ് ക്ലിയർ ചെയ്യാനുള്ളത് ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫീസ് അടയ്ക്കണം കേട്ടോ. വരുന്നെങ്കിൽ ഒന്ന് ക്ലാസ്സിൽ നിന്നോളൂ. പിന്നെ ആരാ? ഡിസബെല്ലാം അടച്ചിരുന്നോ? പിന്നെ ഈ മാസം അതിന് വോയിസ് അയച്ചത്. അപ്പോൾ ലാലനൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. അത് നീ ഇപ്പോൾ ഇവിടെ പോകണോ പഠിക്കാൻ?